ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടായി ചിക്കനാണ് കേട്ടോ. കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കടായി ചിക്കനും അല്ല, നമ്മുടെ കല്യാണ വീടുകളിൽ മലബാർ ഭാഗങ്ങളിലൊക്കെ കല്യാണ വീടുകളിൽ നെയ്ച്ചോറും കടായി ചിക്കനും ഉണ്ടാവും. ആ ഒരു സ്റ്റൈലിലുള്ള കടായി ചിക്കനും അല്ല കേട്ടോ. ഇത് എൻ്റെ ഏട്ടൻ ഞങ്ങൾക്ക് വീട്ടിലെപ്പോഴും, എൻ്റെ ബ്രദർ ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കി തരുന്ന ഒരു കടായി ചിക്കനാണ്. കുറച്ച് സോസും ചെറിയ മസാലയൊക്കെ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കടായി മസാല. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അതുമാത്രമല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കടായി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായ ചേരുവകൾ: ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് മതി, ഒരുപാട് മസാലയൊന്നും ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഫുള്ളായിട്ടും നമുക്ക് മുളക് പൊടി വേണം. പിന്നെ വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമുക്ക് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 നിമിഷം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ഈ പാനിൽ കൊള്ളില്ല, അതുകൊണ്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഓവർ ഫ്ലെയിം കൂട്ടിയിടണ്ട കേട്ടോ. എന്നിട്ട് ഒരേ ഫ്ലെയിമിൽ തന്നെ, നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഒരേ ഫ്ലെയിമിൽ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്: ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബായി അരിഞ്ഞിട്ടുള്ളത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഒരു 8 വെളുത്തുള്ളി ചതച്ചത് എന്നിവയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 4 പഴുത്ത തക്കാളി ഇതുപോലെ അരച്ചെടുത്തതും വേണം കേട്ടോ. അതുകൂടാതെ ഒരു 4 വലിയ ഉള്ളി ഇതുപോലെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ആവണ്ട, പക്ഷേ നല്ലതായിട്ട് മൂത്ത് വരണം. ഗോൾഡൻ ആവണ്ട എന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം ലാഭിക്കാം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, ഞാൻ കോരി വാങ്ങിയിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ 3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഇല്ലെങ്കിൽ ശരിക്കും അങ്ങ് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അത്യാവശ്യം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കളർ മാറി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട, ഭയങ്കര പുളിയായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി നല്ല സോഫ്റ്റായി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം. മുളക് പൊടി ചേർത്തതിന് ശേഷം തീ കുറച്ച് വേണം വഴറ്റാൻ. സാധാരണ പച്ചമണം പോകുന്നവരെയല്ല, അതിലും കുറച്ചൊരധിക സമയം, അതായത് ഉള്ളിയിൽ നല്ല പോലെ മുളക് പിടിച്ച് അത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഏറെക്കുറെ ഈ ഒരു സ്റ്റേജിലാവുന്ന സമയം വരെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇപ്പോൾ ചേർക്കണ്ട. അതിനുശേഷം ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെ പച്ചമണം പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നന്നായിട്ട് വഴറ്റണം. ഈ തക്കാളി നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയ എണ്ണ തെളിഞ്ഞ് വരണം. ഇതിൽ തക്കാളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും, അത് നമ്മുടെ ഡിഷിന് ടേസ്റ്റ് നൽകില്ല. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പ്രിഗ് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നേരത്തെ ചേർക്കരുത് കേട്ടോ, കാരണം ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് കുക്കാവുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കടായി ചിക്കനാണ് ഏട്ടൻ സ്പെഷ്യൽ കടായി ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.